കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ഏഷ്യയിലെ ആദ്യ യന്ത്രവൽകൃത കയർ ഫാക്ടറി കൊല്ലത്താണെന്നറിയാമോ? അതെ, ഫ്ലോർകോ. ഏഷ്യയിലെ ആദ്യത്തെ യന്ത്രവൽകൃത കയർ ഫാക്ടറിയാണ് ഫ്ലോർകോ. 1968 ജനുവരി 31 പരവൂരിൽ പ്രവർത്തനം തുടങ്ങി. അന്നത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കയർ വ്യവസായ രംഗത്ത് ആദ്യമായി നവീന യന്ത്രങ്ങൾ പ്രാവർത്തികമാക്കിയത് ഫ്ലോർകോയിലാണ്. കയർ വ്യവസായ രംഗത്ത് പ്രമുഖന്മാരായിരുന്ന ആണ്ടിയറ കൃഷ്ണൻ മുതലാളിയുടെ പൗത്രനായ രവി കരുണാകരനായിരുന്നു ഫാക്ടറിയുടെ ഉടമ. കുത്തക മനോഭാവത്തോടെ യന്ത്രവൽകൃത തറികളിൽ കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന യൂറോപ്യൻ കമ്പനികൾക്ക് ഒരു താക്കീതായിരുന്നു ഫ്ലോർകോയുടെ ജനനം. കൃഷ്ണൻ മുതലാളി 80ലേറെ വർഷങ്ങൾക്ക് മുമ്പ് കേരള ചരിത്രത്തിൽ പോലും സ്ഥാനം നേടിയിരുന്ന ശ്രീകൃഷ്ണ വിലാസം ഇൻഡസ്ട്രിയൽ വർക്ക്സ് എന്ന പേരിൽ ഉള്ള ഒരു കയർ വ്യവസായശാലയുടെ നടത്തിപ്പുകാരനായിരുന്നു. അത് പരവൂരായിരുന്നു അന്നത് നടന്നിരുന്നത്. സ്ഥാപനത്തോടൊപ്പം ഒരു കയർ ഇൻഡസ്ട്രിയൽ സ്കൂളും അദ്ദേഹം പ്രവർത്തിപ്പിച്ചിരുന്നു. സർക്കാരിൻ്റെ ഗ്രാൻറ്റോടുകൂടി പ്രവർത്തിച്ച സ്ഥാപനത്തിൽ കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക പരിശീലനമാണ് നൽകിയിരുന്നത്. 60 വർഷക്കാലം പ്രവർത്തിച്ച ഫാക്ടറി പാശ്ചാത്യ വിപണിയിൽ യന്ത്രവൽകൃത ഫാക്ടറി ഉൽപ്പന്നങ്ങളുടെ തള്ളിക്കയറ്റത്തെ അതിജീവിക്കാനാകാതെ പൂട്ടുകയായിരുന്നു. കൃഷ്ണൻ മുതലാളിയുടെ പുത്രനും കയർ വ്യവസായിയുമായ KC കരുണാകരൻ കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന 3 ഫാക്ടറികൾ ആലപ്പുഴ ജില്ലയിൽ തുടങ്ങി. ഇതിലൊരു സ്ഥാപനമായ കേരള ബെയിലേഴ്സിൻ്റെ സഹോദര സ്ഥാപനമായാണ് ഫ്ലോർകോ പ്രവർത്തനം തുടങ്ങിയത്. പ്രത്യേക പരിശീലനം സിദ്ധിച്ച 50-ൽ പരം തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നു. ഈ ഫാക്ടറി 200-ൽ പരം പേർക്ക് പരോക്ഷമായും തൊഴിലവസരം നൽകുന്നുണ്ട്. കയറിൽ തന്നെ ഏറ്റവും ഗുണമേന്മ കൂടിയ 5 തെങ്ങ് തരമെന്ന കയർ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫ്ലോർകോയിൽ നിന്നുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, പോളണ്ട്, ഡെൻമാർക്ക്, ഓസ്ട്രേലിയ എന്നീ വിദേശ വിപണികളിൽ വൻ ഡിമാൻഡാണുള്ളത്. 1968-ൽ ഫ്ലോർകോയിൽ നിന്ന് തന്നെ ഒരു യന്ത്രവൽകൃത തറി നിർമ്മിക്കുകയുണ്ടായി. അത് ഇന്നും കാര്യക്ഷമതയോടെയാണ് പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.